ഹലോ എവരിബഡി. കേരളത്തിൽ എല്ലായിടത്തും ഭയങ്കര മഴയാണ്. പിന്നെ കലാമിറ്റീസും. എല്ലാവരും സേഫായി ഇരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ രേഖ. രാജം പ്ലാന്റ്സിൻ്റെ ഈ സെയിൽ വീഡിയോയിൽ മദർ പ്ലാന്റുകളുടെ ഒരു കോംബോയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പലതരത്തിലുള്ള പ്ലാന്റ്സുകളുണ്ട്. ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ സ്ക്രീനിൽ വീഡിയോയുടെ ആദ്യം സ്ക്രീനിൽ വാട്സാപ്പ് നമ്പറുണ്ട്. അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. വീഡിയോ എൻഡ് വരെ കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വാച്ച് അവറൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ദയവായി എൻഡ് വരെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ രണ്ട് കോംബോകളാണ് ഇന്ന് ആദ്യമായിട്ടുള്ളത്. ഇത് രണ്ടും കോമണായ രണ്ട് അഗ്ലോണിമകളാണ്. ബ്രില്യൻ്റ് ആണ്. ഗ്രീനിലെ ഇടയ്ക്ക് ലൈറ്റായിട്ട് ഒരു ക്രീം കളറൊക്കെ വരുന്ന ഈ പ്ലാന്റും സ്നോ വൈറ്റിൻ്റെ ഈ പ്ലാന്റും രണ്ടും മീഡിയം സൈസ്, എബോവ് മീഡിയം സൈസുള്ള പ്ലാന്റുകളാണ്. സ്ക്രീനിൽ പ്രൈസ് എഴുതിയതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടെ പറയാത്തത്. എല്ലാ പ്ലാന്റ്സിനും തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. പ്ലാന്റ്സിൻ്റെ പ്രൈസ് മാത്രമാണ് സ്ക്രീനിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. പലരും ടൈപ്പ് ചെയ്യണമെന്ന് പറയും. മലയാളം അറിയാത്തവർക്കൊക്കെ പ്രൈസ് എന്തോ പറയുന്നതെന്ന് അറിയില്ലെന്ന്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം പ്രൈസ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഹെൽത്തി പ്ലാന്റ്സാണ്. ചീപ്പ് റേറ്റിലുള്ള പ്ലാന്റ്സാണ് രണ്ടും. ബ്രില്യൻ്റ് എന്ന ഐഡിയും സ്നോ വൈറ്റ് എന്ന ഐഡിയുമുള്ള പ്ലാന്റുകളാണ്. അടുത്തത് ഒരു ഗ്രീൻ അഗ്ലോണിമകളുടെ, നാരോ ലീഫ് അഗ്ലോണിമകളുടെ ഒരു കോംബോയാണ്. ആദ്യത്തേതിൽ ഈ ഗ്രീൻ വളരെ നാരോ ആയിട്ട് ഗ്രീൻ ഇലകളുള്ള ഈ അഗ്ലോണിമയും, അടുത്ത വേറെ ഗ്രീനിൽ ചെറിയ ചെറിയ ഡിസൈൻ പോലുള്ള നാരോ ലീഫാണ് അതും. ഈ അഗ്ലോണിമയും. ഇതിൻ്റെയൊക്കെ പേര് എനിക്ക് അത്ര അറിഞ്ഞുകൂടാ. അടുത്തത് ഈ കുറച്ചുകൂടെ വീതി ഇലകൾക്കുള്ള ഈ അഗ്ലോണിമ. ഈ 3 അഗ്ലോണിമയുടെ കോംബോയാണ് രണ്ടാമത്തേത്. പ്രൈസ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. DTDC ത്രൂവും സ്പീഡ് പോസ്റ്റ് ത്രൂവും പ്ലാന്റ്സ് എല്ലാം അയക്കും. ആർക്കെങ്കിലും വേണമെങ്കിൽ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട്. ആർക്കെങ്കിലും ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. ഗ്രീൻ അഗ്ലോണിമയാവുമ്പോൾ വളർത്താനൊന്നും പാടില്ലാത്തവയാണ്. ചീയുക അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വളരെ കുറവുള്ള അഗ്ലോണിമയാണ് ഗ്രീൻ അഗ്ലോണിമകളെല്ലാം തന്നെ. പെട്ടെന്ന് തന്നെ ഷൂട്ടുണ്ടായി പോട്ട് നിറയുകയും ചെയ്യും. ഈ 3 അഗ്ലോണിമ ആദ്യം കാണിച്ചതിൻ്റെ കൂടെ വേറൊരു നാരോ ലീഫ്, അത് 4 4 ടൈപ്പാണ്. അതും കൂടെ ആയാലും അങ്ങനെയും കോംബോ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പം 4 പ്ലാന്റ്സ്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഡ്രസീനിയ കോമ്പാക്റ്റയുടെ ഈ പ്ലാന്റും കൂടി ആഡ് ചെയ്താൽ ഇപ്പം 5 പ്ലാന്റായി. പിന്നെ വേറെ ഒരു ഫേണ്, ആ ഫേണിൻ്റെ ഐഡിയ എന്തുവാണെന്നറിയത്തില്ല. അങ്ങനെ 6 പ്ലാന്റുകൾ ഉൾപ്പെടുന്ന ഒരു കോംബോയുമുണ്ട്. ആദ്യം 3 ഗ്രീൻ പ്ലാന്റുകളുടെ അഗ്ലോണിമയുടെ ഒരു കോംബോ, അതിൻ്റെ കൂടെ ഒരു ഗ്രീനും കൂടെ ആഡ് ചെയ്ത് 4 പ്ലാന്റുകളുടെ ഒരു കോംബോ. പിന്നെ ലാസ്റ്റ് വരുന്ന കോംബോയിൽ 6 പ്ലാന്റുകൾ, 4 അഗ്ലോണിമകൾ, നാരോ ഗ്രീൻ ലീഫുകളുടെ 4 അഗ്ലോണിമകളും ഒരു ഫേണും ഡ്രസീനിയ, എല്ലാം തന്നെ ഗ്രീൻ കളർ ഉള്ളവയാണ്. ഗ്രീൻ കളർ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടാണ് ഈ കോംബോ. ഈ 6 പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസും എഴുതിയിട്ടുണ്ട് സ്ക്രീനിൽ. അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക്ക് പ്ലാന്റുകളുടെ ഒരു കോംബോയാണ്. ഓറഞ്ച് ലിപ്സ്റ്റിക്ക്, റെഡ് ലിപ്സ്റ്റിക്ക്, പിങ്ക് അറോറ. ഈ പിങ്ക് അറോറയെ ചിലർ പിങ്ക് ലിപ്സ്റ്റിക് എന്നാണ് പറയാറ്. അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ 3 ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെയാണ് ഇതിലെ ആദ്യത്തെ കോംബോ. ലിപ്സ്റ്റിക്കിൻ്റെ തന്നെയും പലതരം കോംബോയുണ്ട് ഈ വീഡിയോയിൽ. ആദ്യത്തേത് ഓറഞ്ച് ലിപ്സ്റ്റിക്ക്, റെഡ് ലിപ്സ്റ്റിക്ക് ആൻഡ് പിങ്ക് അറോറ. അതിൻ്റെ കൂടെ ബ്ലാക്ക് ലിപ്സ്റ്റിക് കൂടെ ആഡ് ചെയ്ത് 4 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് അടുത്തതായി വരുന്നത്. സെയിം 3 പ്ലാന്റും അതിൻ്റെ കൂടെ ബ്ലാക്ക് ലിപ്സ്റ്റിക്കും. ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് കുറച്ച് വിലയുള്ള പ്ലാന്റാണ്, മദർ പ്ലാന്റാണ്, വലിയ പ്ലാന്റാണ്. ഈ 4 പ്ലാന്റിൻ്റെയാണ് ലിപ്സ്റ്റിക്കുകളിലെ രണ്ടാമത്തെ കോംബോ വരുന്നത്.
ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെയും കോംബോ ആദ്യത്തേതിൽ 3 പ്ലാന്റിൻ്റെ കോംബോ ആയിരുന്നു, രണ്ടാമത്തേതിൽ 4 പ്ലാന്റ്. അതിൽ ബ്ലാക്ക് ലിപ്സ്റ്റിക്ക്, പിങ്ക് അറോറ അല്ലെങ്കിൽ പിങ്ക് ലിപ്സ്റ്റിക്ക്, റെഡ് ലിപ്സ്റ്റിക്ക്, ഓറഞ്ച് ലിപ്സ്റ്റിക്ക് 4 പ്ലാന്റിൻ്റെയും കൂടെ ഒരു കോംബോയാണ്. ഇതിൻ്റെ കൂടെ ഇപ്പം വൈറ്റ് ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ഐസ്ബർഗ് എന്ന് പറയുന്ന ഈ പ്ലാന്റും കൂടെ ആഡ് ചെയ്യുമ്പം അത് മൂന്നാമത്തെ കോംബോ ആയിട്ട് വരും ലിപ്സ്റ്റിക്കിൽ. അതിൽ 5 പ്ലാന്റുകളുണ്ട്: ബ്ലാക്ക് ലിപ്സ്റ്റിക്ക്, പിങ്ക് അറോറ, റെഡ്, ഓറഞ്ച് ലിപ്സ്റ്റിക്ക്. അടുത്തത് ഈ കോംബോയാണ്. ഫയർ റെഡിൻ്റെ 2 ഷൂട്ട് അടങ്ങിയ ഈ കോംബോയും ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് ഹാപ്പിനെസ്സിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റും, ഹാപ്പിനെസ് ആണോ ബട്ടർഫ്ലൈ ആണോ 2 പേരിലും ഉണ്ട്. ഫയർ റെഡിൻ്റെ ഈ സൈസ് പ്ലാന്റ്, ഇത് രണ്ടും കൂടെ അടങ്ങിയ കോംബോയാണ്. അടുത്തത് വരുന്നത് ഫയർ റെഡിൻ്റെ ഒരു മദർ പ്ലാന്റും റെഡ് പീക്കോക്കിൻ്റെ ഒരു പ്ലാന്റും. റെഡ് പീക്കോക്കിൻ്റെ പ്ലാന്റും നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റാണ്. ഈ 2 പ്ലാന്റിൻ്റെ കോംബോയാണ് അടുത്തതായ വരുന്ന കോംബോ. റെഡ് പീക്കോക്കൊക്കെ നല്ല വിലയുള്ള പ്ലാന്റാണ്, നല്ല വലിപ്പം വെക്കുന്ന പ്ലാന്റുമാണ്. അടുത്തത് ലെക്കാച്ചിയുടെ 3 ഷൂട്ട്സ് ഉള്ള ഈ പോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3 ഷൂട്ട്സ്, ഒരേ സൈസിലുള്ള 3 ഷൂട്ട്സാണ് ഇതിൽ വരിക. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് വൈറ്റ് ലെക്കാച്ചി. ഞാൻ ആദ്യം പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് 380 അതിൻ്റെ മുകളിലാണ് കൊടുത്ത് ആദ്യമായിട്ട് വൈറ്റ് ലെക്കാച്ചിയുടെ ഒരു ചെറിയ പ്ലാന്റ് വാങ്ങിയത്. ഇപ്പോൾ അതിൻ്റെ വിലയൊക്കെ അതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. അടുത്തത് 2 ഷൂട്ട് അടങ്ങിയ വൈറ്റ് ലെക്കാച്ചിയുടെ പോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും 3 ഷൂട്ട് അടങ്ങിയ പോട്ടാണ്. ഇതും സെയിലിനായിട്ട് അവൈലബിൾ ആണിപ്പോൾ. അപ്പോൾ സിംഗിളായ പ്ലാന്റും അവൈലബിൾ ആണ്, സിംഗിൾ ഷൂട്ട് അടങ്ങിയ പോട്ടും അവൈലബിൾ ആണ് സെയിലിനായിട്ട്. ബാത്തിക്കിൻ്റെ ഫുൾ പോട്ടും ബുഷി പോട്ടും അവൈലബിൾ ആണ്. അത് 2 ഷൂട്ടിൽ കൂടുതലുണ്ട്. അടുത്തത് കോബ്രയുടെ ഈ ബുഷി പോട്ടാണ്, 2 ഷൂട്ട് വരും ഈ പോട്ടിൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ.